ഫിഫ ലോകകപ്പ് ഗാനത്തിലൂടെ ചരിത്രമെഴുതി മുംബൈ മലയാളി യുവാവ്. ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ മുഴങ്ങുന്ന ഗാനത്തിന് പിന്നിലെ സാന്നിധ്യമായി ഇന്ത്യയുടെ പേരും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിക്കാട്ടുകയാണ് രജിത് ദേവ്. ഫിഫ ലോകകപ്പ് ഗാനത്തിലൂടെ ചരിത്രമെഴുതി മുംബൈ മലയാളി യുവാവ്. കാൽപന്ത് മാമാങ്കത്തിന് ആവേശം പകർന്ന് മലയാളിയുടെ ചുവടുകളും. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനങ്ങളിലൊന്നായ സിയർ എന്ന ഗാനത്തിന്റെ കൊറിയോഗ്രാഫറായ രജിത് ദേവ് ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത്. ഫിഫ ലോകകപ്പ് ഔദ്യോഗിക ആൽബവുമായി ബന്ധപ്പെട്ട ആദ്യ ഇന്ത്യൻ എന്ന ബഹുമതിക്കൊപ്പം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി എന്ന അംഗീകാരവും രജിത്തിന് സ്വന്തം. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായ ഫിഫ ലോകകപ്പിലെ ഉദ്ഘാടന ചടങ്ങിൽ മുഴങ്ങുന്ന ഗാനത്തിന്റെ പിന്നിലെ ഇന്ത്യൻ സാന്നിധ്യം രജിത് ദേവ്. ഹായ് രജിത്, നമസ്കാരം. എങ്ങനെ തോന്നുന്നു ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്? ഫസ്റ്റ് ഇന്ത്യൻ ആൻഡ് ഫസ്റ്റ് മലയാളി. വളരെ വളരെ സന്തോഷം. എനിക്ക് കുറെ അഭിമാനം ഉണ്ട് ഓഫ് മൈസെൽഫ് ആൻഡ് ഫുൾ ടീം ഇന്ത്യ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം അതിൽ ഒരു ഇന്ത്യൻ കൊറിയോഗ്രാഫി ആൻഡ് ഇന്ത്യൻ ഡാൻസേഴ്സ് പെർഫോം ചെയ്യാണ്. സോ ഐ ഫീൽ റിയലി ഗ്രേറ്റ് ആൻഡ് ഐ ഫീൽ ഓൾ ദീസ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. എൻ്റെ മുംബൈയിൽ ജനിച്ചു വളർന്നെങ്കിലും വേരുകൾ കേരളത്തിലെ ഷൊർണൂരിലാണെന്ന് രജിത് അഭിമാനത്തോടെ പറയുന്നു. ബാല്യകാലത്ത് സഹോദരിക്കൊപ്പം ഭരതനാട്യം ക്ലാസുകളിൽ പോയതാണ് നൃത്തലോകവുമായി രജിത്തിന്റെ ആദ്യ ബന്ധം. ടാക്കുലി മഹിളാ സമിതി സ്കൂളിൽ നിന്ന് തുടങ്ങിയ അല്ലേ? എക്സാക്ട്ലി, യെസ്. പിന്നെ എങ്ങനെയാണ് നൃത്തരംഗത്തിലേക്ക് കടന്നു വരുന്നത്? അതേ സ്കൂളിൽ തന്നെ start from say first standard, second standard, I have performed every year in my school. And ഠാക്കൂർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്നതാണ്. ആൻഡ് എവറി ടൈം അവിടെ ഗണപതിയുടെ ഫെസ്റ്റിവൽ ഉണ്ടായ സമയത്ത് ഞാൻ എപ്പോഴും ഡാൻസ് കളിക്കും. ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടിൽ 10th അവിടെ വരെ ഞാൻ ഉണ്ടായിരുന്നു ഠാക്കൂർലിയിൽ. അവിടെ എല്ലാ കൊല്ലം ഗണപതി ഫെസ്റ്റിവലിൽ ഞാൻ ഡാൻസ് കളിക്കും, സ്കൂളിൽ ഡാൻസ് കളിക്കും. അമ്മ എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു ഫോർ ഭരതനാട്യം ക്ലാസ്. സഹോദരി കാരണം ചേച്ചിക്ക് പോണായിരുന്നു ക്ലാസ്സിൽ. അത് കാരണം അമ്മ പറഞ്ഞു നീ കൂടെ കൊണ്ടേക്കോ ആൻഡ് കൊണ്ടുപോവാ. സോ കൊണ്ടുവരുന്നതിന്റെ ഇടയിൽ ഒരു മണിക്കൂർ ഞാൻ ഇരുന്ന് അവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. ആൻഡ് ദ ടീച്ചേഴ്സ് വെർ ലവ്ലി. ബിഗ് താങ്ക്സ് ടു ശോഭ ടീച്ചർ ആൻഡ് ചന്ദ്രൻ സർ. അവർ ആ സമയത്ത് പഠിപ്പിച്ച കാരണം ലൈക്ക് വാട്ട് എവർ ഐ ഹവ് റീച്ച്ഡ് ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആൻഡ് താങ്ക് യു ടീച്ചേഴ്സ്. ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ടിവിയിൽ മൈക്കൽ ജാക്സൺ, പ്രഭുദേവ, ഋത്തിക് റോഷൻ അവരുടെയൊക്കെ ഡാൻസ് കണ്ടിട്ട് ഡാഡ് ഓൾസോ യൂസ് ടു ഗെറ്റ് a lot of good cassettes. അച്ഛൻ എപ്പോഴും മൈക്കൽ ജാക്സന്റെ കാസറ്റ്സ് കൊണ്ടുവന്ന് തരും. സോ ഐ യൂസ് ടു ലിസൺ ടു ഇംഗ്ലീഷ് സോങ്സ്. ആൻഡ് ടി വിയിൽ പ്രഭുദേവനെ കണ്ടപ്പോൾ മുക്കാബ്ല അതാണ് എൻ്റെ ഒരു ചേഞ്ചിങ് പോയിന്റ് കമ്മിങ് ഇൻ ടു വെസ്റ്റേൺ ഡാൻസിങ് ഓർ ഫിലിം ഡാൻസ് ഓർ ലേണിംഗ് ന്യൂ തിങ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ആൻഡ് നാച്ചുറലി ഐ കുഡ് ഡു ഫ്യൂ തിങ്സ് ഈവൻ ഇൻ സ്കൂൾ. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുട്ടികളെ പിടിച്ചിട്ട് ലെറ്റ്സ് ഓൾ മേക്ക് എ ഗ്രൂപ്പ് ആൻഡ് ടീച്ച് സം ഹാവ് എന്തൊക്കെ ഞങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ പീപ്പിൾ യൂസ് ടു ലവ്. സോ ദാറ്റ് ഇസ് വെൻ ഐ തോട്ട് നോ ദിസ് ഇസ് സംതിങ് ഐ റിയലി ലൈക്ക്. സ്പോർട്സിൽ നല്ലതായിരുന്നു, പക്ഷേ ഡാൻസിൽ കുറച്ച് എനിക്ക് താല്പര്യം കൂടുതലായിരുന്നു. ഡാൻസിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ക്ലാസിക്കൽ ടച്ച് ആയിരുന്നു ആദ്യം. പിന്നെ കുറച്ച് ലൈക്ക് 8th സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ അച്ഛൻ ഒരു ഡാൻസ് ക്ലാസ് തെരഞ്ഞെടുത്തു ഡോംബിവിലിയിൽ തന്നെ. കാരണം ടി വിയിൽ ആ സമയത്ത് ഒരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു ദൂരദർശനിൽ. ഐ തിങ്ക് ഇറ്റ് വാസ് കോൾഡ് സൺഡേ. ഷമക് ദാവറിന്റെ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അവരുടെ ക്ലാസ്സിൽ പോകണമെങ്കിൽ ടൗൺ വരെ പോകണം. നമ്മൾ താമസം ഠാക്കൂർലിയിലായിരുന്നു. അപ്പോൾ ട്രാവൽ വിത്ത് എ സ്മോൾ കിഡ് വാസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ അച്ഛൻ തന്നെ ഒരു ഡോംബിവിലിയിൽ ഒരു ഡാൻസ് ക്ലാസ് തെരഞ്ഞെടുത്തു. ആൻഡ് ഹി സെഡ് നിനക്ക് പോണോ ഇവിടെ? ഞാൻ യെസ് ഓഫ് കോഴ്സ് യെസ് ഐ വിൽ ഗോ ആൻഡ് ലേൺ. അപ്പോൾ അവിടെ കുറച്ച് കാലം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഫിഫയിലെ ഈ ഒരു ടൈറ്റിൽ സോങ്ങിലേക്ക് കടന്നു വരുന്നത്? ഇത് ദിസ് ഇസ് പോസിബിൾ ഓൺലി ബിക്കോസ് ഓഫ് നോറ ഫത്തേഹി. ഡെഫിനറ്റ്ലി ഷീ ഈസ് ദ വൺ who's got the opportunity for such a big event, big song. എൻ്റെ അവരുടെ കൊളാബറേഷൻ ഇറ്റ്സ് ബീൻ മോർ ദാൻ 10 years now. അവരിവിടെ വന്ന തൊട്ടിട്ട് വി ബോത്ത് ഹാവ് വർക്ക്ഡ് ഓൺ വേരിയസ് സോങ്സ്. ഞാൻ കുറേ സോങ്സ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടി ചെയ്ത കൊറിയോഗ്രാഫീസ് എല്ലാം ഹിറ്റാണ്. It's hit amongst the kids, it's hit amongst the people, the dance community. Appo ellarkum always excitement whenever there is a Nora song coming in and they know it's a Rajat Dev choreography. Avarku ellarkum oru excitement aanu because there is challenge, there is some new things which is coming up. So every time we have tried to push ourselves, like I have tried to push myself to create something new. ബോളിവുഡിലും സ്വന്തമായി ഇടം നേടിയ രജിത് സൂപ്പർ താരങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ത്രില്ലിലാണ്. മുംബൈ ഈസ് എ സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? അപ്പോൾ ബോളിവുഡിലൊക്കെ എങ്ങനെയാണ്? അതേ സമയത്ത് കോളേജ് കോളേജ് പഠിത്തമെല്ലാം നല്ലതായിരുന്നു, പക്ഷേ കുറച്ച് ഫാമിലി സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗോ ആൻഡ് വർക്ക് ആസ് എ ഡാൻസർ ബിക്കോസ് ദിസ് ഇസ് സംതിങ് ഐ ലവ് ആൻഡ് ഐ ക്യാൻ ഹെൽപ്പ് മൈ ഫാമിലി വിത്ത് മോണിറ്ററി.
അത് ചെയ്യാൻ വേണ്ടി നടന്നതാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പിടി കിട്ടി. ഫസ്റ്റ് പ്രൊജക്ട് തന്നെ കിട്ടിയത് പ്രഭുദേവ സാറിന്റെ കൂടെയാണ്. ഒരു പാട്ടുണ്ട് മേ ഐസാ ക്യൂ ഓൾസോ ഹാസ് ഋത്തിക് റോഷൻ. അപ്പോൾ ചെറുപ്പത്തിൽ അവരെ കണ്ട് ഒരു വിചാരിച്ച ഇവരുടെ കൂടെ പണിയെടുക്കണം. ദ ഫസ്റ്റ് പ്രൊജക്ട് ഓൺലി ഐ ലാൻഡഡ് അപ്പ് വിത്ത് ദം. അന്ന് ഫീലിംഗ് മനസ്സിലാക്കി ഇതാണ് എനിക്ക് വേണ്ടത്. ഏതൊക്കെയാണ് മേജർ പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്തത്? അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറിന് വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടിയ ആൻഡ് വൈഭവി മർച്ചന്റ് എന്നാണ് പേര് എൻ്റെ ബോസിന്റെ. അവരുടെ കൂടെ ഞാൻ 7 വർഷം പണിയെടുത്തു. ഷീ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൊറിയോഗ്രാഫേഴ്സ് ഇൻ ബോളിവുഡ്. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ആമിർ ഖാൻ അവരുടെയൊക്കെ കൂടെ പണിയെടുത്തു. ഐ വാസ് ടീച്ചിങ് ദം ഡ്യൂറിങ് ജബ് തക് ഹൈ ജാൻ, ധൂം 3, ഏക് താ ടൈഗർ, രൺവീർ സിംഗിന്റെ കൂടെ ബാൻഡ് ബജ ബാരാത്ത്. ഇപ്പോൾ രൺവീർ സിംഗും ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. കാരണം ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം വെൻ ഐ വാസ് ടീച്ചിങ് ഹിം. ആൻഡ് ഐ തിങ്ക് ഷാറുഖ് സർ ഇസ് ദ ബെസ്റ്റ്. എവർ വർക്ക്ഡ് വിത്ത് എനി ആക്ടേഴ്സ്. Everyone to their own. Like Salman sir is very great. That personality and aura. അവരുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ അടിപൊളിയാണ്. അവർ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാള് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സൽമാൻ ഖാൻ. ആൻഡ് ആമിർ ഖാൻ ഇസ് വെരി അധികം വർത്താനം പറയില്ല, പക്ഷെ ഭയങ്കര പ്രൊഫഷണൽ ആണ്. ഏറ്റവും കൂടുതൽ പെർഫെക്ഷനിസ്റ്റ്. ഏറ്റവും കൂടുതൽ റിഹേഴ്സൽസ് ചെയ്തതാണ് മിസ്റ്റർ ആമിർ ഖാൻ. അതേ സമയത്ത് ഷാറുഖ് സർ സെറ്റിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ടേക്ക് ശരിയായില്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദേ ഹാവ് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കേഴ്സ്. സോ ഐ ലേൺ ഫ്രം ദം that this if you love something you have to work hard. അങ്ങനെ വെറുതെ പോയി ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. You speak good മലയാളം സിനിമയിൽ ട്രൈ ചെയ്യില്ലേ? ചെയ്യാം ഡെഫിനറ്റ്ലി. കാരണം നമ്മള് ഇവിടെ തന്നെ കുറെ വളർന്നു, സ്റ്റാർട്ടഡ് ദ കരിയർ ആസ് എ കൊറിയോഗ്രാഫർ. അപ്പൊ സമയം കിട്ടിയില്ലേ ഒന്നും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യണോ, അങ്ങനെയൊന്നും never happened. But I'm always game for choreographing first. Great. Because that is something which comes natural to me. And every actor, every dancer has so much of expressions they can express well. So somewhere down the line I feel every dancer is an actor. തീർച്ചയായും ഫിഫ ഉദ്ഘാടന വേദിയിൽ മുഴങ്ങുന്ന ഗാനത്തിന്റെ ഇന്ത്യൻ സാന്നിധ്യം ഞങ്ങൾക്കും മുംബൈ മലയാളികൾക്കും അഭിമാനമായിരിക്കും.